ഹായ്, ഞാൻ സുജാത വിനോദ് ശങ്കർ, ആർട്ടിസ്റ്റാണ്, ഡിസൈനറാണ്. ഇന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഒരു സാരി ഡിസൈനിങ് പഠിക്കാം. ഞാൻ മ്യൂറൽ പെയിൻറ്റിങ്, സാരി ഡിസൈനിങ്, ബുദ്ധ പെയിൻറ്റിങ് ഈ മൂന്നെണ്ണമാണ് ഞാൻ ഈ ചാനൽ കൊണ്ടുവരാൻ നോക്കുന്നത്. അപ്പോൾ ഇന്ന് നമുക്കൊരു സാരി ഡിസൈൻ ചെയ്യുന്ന ചെറിയ ചെറിയ എന്തെങ്കിലും ഒരു ഡിസൈൻസ് തുടങ്ങി വെക്കാം. ഈ കഴിഞ്ഞ പ്രാവശ്യം ഒരു മയിൽപ്പീലി നമ്മൾ വരച്ചു. അതെല്ലാവരും ഒന്ന് പ്രാക്ടീസ് ചെയ്താൽ അങ്ങനെയായിരിക്കും സ്പീഡ് കിട്ടുന്നത്. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഇനി ചെയ്യാൻ പോകുന്നത് ഒരു സാരിയിലെ ചെറിയ ഒരു കുണ്ടലം പോലെ ഒരു ഡിസൈൻ. അത് നമ്മുടെ മ്യൂറൽ പെയിൻറ്റിങ് ചെയ്യുമ്പോൾ ചെവിയിൽ കുണ്ടലം ധരിക്കുന്ന പോലെ അതിടാം, അല്ലെങ്കിൽ അത് അലങ്കാരമായിട്ട് അവിടെ ഇവിടെയൊക്കെ യൂസ് ചെയ്യാം. സാരിയിൽ ഒരു ബോർഡർ പോലെ അത് ചെയ്തു പോകാം. അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിൽ നമുക്ക് എങ്ങനെയാണ് ഡിസൈൻ ചെയ്യണമെന്ന് നോക്കാം. അതുപോലെ തന്നെ ഞാൻ മ്യൂറൽ പെയിൻറ്റിങ് സാരി ഡിസൈൻ ചെയ്യുമ്പോൾ ഒരുപാട് വ്യത്യാസം കൊടുക്കണം അതിന്. കാരണം നമ്മൾ ഒരു ക്യാൻവാസിൽ ചെയ്യുമ്പോൾ സ്ക്വയർ ഫീറ്റിനൊക്കെയാണ് റേറ്റ് പറയണേ. അപ്പോൾ ആ സ്ക്വയർ ഫീറ്റ് റേറ്റൊന്നുമല്ല നമ്മുടെ സാരിയിൽ വരുമ്പോൾ. അപ്പോൾ അതനുസരിച്ച് നമ്മൾ ഇത്തിരി സിമ്പിളാക്കുകയും ചെയ്യണം സാരി ഡിസൈനിങ്. അല്ലെങ്കിൽ അതുപോലെ വരുന്നാൽ നിങ്ങൾക്ക് അത്രയും രൂപയൊന്നും നിങ്ങൾക്ക് കിട്ടത്തില്ല ഇതിൽ. സാരി ഡിസൈൻ അത്ര സിമ്പിളായിരിക്കണം. പിന്നെയുള്ളത് പെയിൻറ്റ് ഏതാണ് യൂസ് ചെയ്യുന്നത്. എല്ലാവരും പറയാറുണ്ട് ആർട്ടിസ്റ്റ് അക്രിലിക് കളറാണോ യൂസ് ചെയ്യുന്നത്. അല്ല, ആർട്ടിസ്റ്റ് അക്രിലിക് കളർ എന്ന് പറയുമ്പോൾ ഇതാണ് നമ്മുടെ ട്യൂബിൽ കിട്ടുന്ന പെയിൻറ്റാണ് ആർട്ടിസ്റ്റ് അക്രിലിക് കളർ. പക്ഷേ ഈ കളർ തന്നെ അക്രിലിക് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ അത് നമ്മൾ യൂസ് ചെയ്യേണ്ടത് ഫാബ്രിക് പെയിൻ്റ് ആയിരിക്കണം. ഫെവിക്രലിൻ്റെ, ക്യാമലിൻ്റെ ഇങ്ങനെ കുറച്ച് കമ്പനികളുണ്ട്. അവരുടെ കമ്പനി ഫെവിക്രലാണ് ഞാൻ കൂടുതൽ യൂസ് ചെയ്യുന്നത്. കാരണം എനിക്കൊരുപാട് ഇഷ്ടമായിട്ടുള്ള പെയിൻറ്റിങ് ചെയ്തതിൽ ഇഷ്ടമായിട്ടുള്ളത് ഈ കളറാണ്. അപ്പം ഇതിൻ്റെയൊക്കെ ഇത്ര ml എനിക്ക് തോന്നുന്നു 500 ml ഒക്കെ നമുക്ക് വാങ്ങാൻ കിട്ടും. അപ്പോൾ ഇതങ്ങനെ ഇത്രയും വലുതൊന്നും നിങ്ങൾ വാങ്ങി വെക്കേണ്ട കാര്യമില്ല. നിങ്ങൾ വളരെ ചെറിയ ബോട്ടിൽ വാങ്ങിക്കുക ആദ്യം. നമ്മുടെ എല്ലാ കടകളിലും, എല്ലാ സിറ്റികളിലും കടകളിലും എല്ലാ ഗ്രാമത്തിലും ഒക്കെ കിട്ടുന്ന ഒരു ഇതാണിത്, ഈ പെയിൻറ്റ്. ഈ ബോട്ടിൽ കിട്ടുന്ന പെയിൻറ്റ് മതി. പക്ഷേ നമ്മൾ ഒരുപാട് സാരികൾ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരുപാട് കളർ വേണ്ടുന്ന ചില കളറുകൾ നമുക്കിങ്ങനെ വലിയ ബോട്ടിൽ കിട്ടും. ഇല്ലെങ്കിൽ ഇതിനേക്കാൾ ഇത്രയുള്ള ചെറിയൊരു ബോട്ടിലുണ്ട്. ആ ബോട്ടിലാണെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. അത് ഗോൾഡൻ യെല്ലോയാണ്. ഈ ഗോൾഡൻ യെല്ലോ, ഈ ഓറഞ്ച്, ഇങ്ങനെയുള്ള കളറുകളൊക്കെ നമ്മൾ സൂക്ഷിച്ച് വെക്കുന്നത് നല്ലതാണ്. കാരണം ഇടയ്ക്ക് പെട്ടെന്ന് നമുക്കൊരു ആവശ്യം വന്നാൽ, കുറേ സാരികളൊക്കെ വന്നാൽ നമുക്ക് പെട്ടെന്ന് വരയ്ക്കാൻ പറ്റാൻ നമുക്ക് സ്റ്റോക്ക് ഇരിക്കും. പക്ഷേ ചില ബോട്ടിലൊക്കെ ചിലവർ പറയും പെയിൻ്റ് ഇരുന്ന് ഉണങ്ങുന്നുണ്ടെന്ന്. അപ്പോൾ അതൊക്കെ വെള്ളം ഒഴിച്ച് നിങ്ങൾ സൂക്ഷിച്ച് വെക്കണം. അപ്പോൾ ഒത്തിരി വെള്ളം ഒഴിക്കരുത്. അതിന് മുകളിൽ ഒരിത്തിരി വെള്ളം അത് ഉണങ്ങാതിരിക്കാൻ വേണ്ടി നമ്മളിങ്ങനെ വെക്കാറുണ്ട്. പിന്നെ ഇങ്ങനെ കുറച്ച് കാര്യങ്ങളോട് ഞാൻ ഈ പെയിൻറ്റിങ്ങിനിടയിൽ സംസാരിക്കുന്നുണ്ട്. ഇടയ്ക്ക് അത് പറഞ്ഞു തരുന്നുണ്ട്. ചിലതൊക്കെ സൗണ്ട് ഇത്തിരി കുറവായിരിക്കും. ഇത് കഴിഞ്ഞ കുറേ വീഡിയോയിൽ എൻ്റെ വോയിസ് ഒന്നും കേൾക്കുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ എഡിറ്റ് ചെയ്യുന്നതിൽ ചില തെറ്റൊക്കെ വരുന്നതാണ്. ആദ്യമൊക്കെ ആയതുകൊണ്ട് ഞാൻ കുറച്ച് പഠിച്ചു വരുന്നേ ഉള്ളത്. ഡിവൈസുമായിട്ടൊന്നും നമുക്ക് വലിയ കണക്ഷൻ ഇല്ലല്ലോ. അപ്പം ഇനി നമ്മൾ അടുത്ത ക്ലാസ് ഇങ്ങനെ കുറച്ച് ഒക്കെ പോയിട്ട് നമുക്ക് ഈ പൂജ എടുപ്പിന് നമുക്ക് മ്യൂറൽ പെയിൻറ്റിങ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് ഞാൻ വിചാരിക്കുന്നു. മ്യൂറൽ പെയിൻറ്റിങ്ങും ബുദ്ധ പെയിൻറ്റിങ്ങിൻ്റെ സ്റ്റാർട്ടിങ് ആദ്യം മുതൽ നിങ്ങൾ എങ്ങനെയാണ് അതൊന്ന് പഠിക്കാൻ ഉള്ളൊരു കുറച്ച് ചെറിയ ചെറിയ പുഷ്പങ്ങളും താമര ഇങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ എഴുതുന്നത് പഠിക്കാറുണ്ട്. ഇതെല്ലാം പഠിച്ചാലേ ഒരു നല്ല പെയിൻറ്റിങ് ചെയ്യുമ്പോൾ നമുക്ക്. അതുപോലെ തന്നെ മ്യൂറൽ പെയിൻറ്റിങ്ങിലും ആദ്യം സ്റ്റെപ്പായിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരും. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ആ ഒരു നല്ലൊരു പെയിൻറ്റിങ്ങിലോട്ട്. അതുകൊണ്ട് എപ്പോഴും വെപ്രാളപ്പെടരുത്. സ്റ്റെപ്പായിട്ടേ പറഞ്ഞു തരാൻ പറ്റൂ. പെട്ടെന്നൊരു പെയിൻറ്റിങ് പ്രിൻ്റ് എടുത്ത് കാർബൺ പേപ്പർ വെച്ച് അത് വരച്ച് അങ്ങനെ കാണിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. കാരണം നമ്മളത് അങ്ങനെയല്ല അത് ചെയ്യേണ്ടത്. അപ്പോൾ അതിന് ചെയ്യുന്നതിനൊരു രീതി ഉണ്ടല്ലോ. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ പഠിക്കുന്ന നല്ലത്. കാരണം ആ രീതിയിൽ പഠിച്ചാലേ നിങ്ങൾക്ക് വേറൊരാൾക്ക് വരച്ച് കൊടുക്കാനോ അല്ലെങ്കിൽ പഠിപ്പിക്കാനോ അടുത്ത തലമുറയ്ക്ക് വേണ്ടി നിങ്ങൾക്ക് കൊടുക്കാനോ ഒക്കെ പറ്റും. നമ്മളൊരു വരച്ച് നമ്മൾ സെയിൽ ചെയ്യുമ്പോൾ അവർ ചോദിക്കും ഇതെങ്ങനെയാണ് ചെയ്യണേ, അല്ലെങ്കിൽ ഇതെന്താ, ഇതിൻ്റെ സ്റ്റോറി എന്താ, ഇതെല്ലാം നമ്മൾ അറിഞ്ഞ് പോകണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആദ്യമൊക്കെ അതിൻ്റെ ചെറിയ ആ ഒരു ആരംഭം മുതൽ നമ്മൾ ആദ്യമേ അങ്ങ് നന്നായിട്ട് എഴുതുകയല്ലോ. ആദ്യം നമ്മൾ പഠിക്കുമല്ലോ, പറ എഴുതുന്ന പോലെ. അതുപോലെ തന്നെയാണ് മ്യൂറൽ പെയിൻറ്റിങ്ങിൽ. ഞാൻ ആദ്യമായിട്ട് മ്യൂറൽ പെയിൻറ്റിങ് ക്ലാസ് അറ്റൻഡ് ചെയ്യുമ്പോൾ ആറന്മുള വാസ്തുവിദ്യാ രൂപത്തിലാണ് ഞാൻ പഠിച്ചത്.
അപ്പോൾ ഞാൻ അവിടെ ക്ലാസ് അറ്റൻഡ് ചെയ്യുമ്പോൾ എനിക്ക് ഓൾറെഡി ഞാൻ ആർട്ടിസ്റ്റായിരുന്നു. അപ്പോൾ ഞാൻ പഠിച്ചു വരുമ്പോൾ എനിക്ക് ഈ റാ 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 ഇങ്ങനെ എഴുതി റാ പഠിക്കുകയായിരുന്നു. പിന്നെ വട്ടം ഇടാൻ പഠിക്കുകയായിരുന്നു. ഇങ്ങനെയൊക്കെയായിരുന്നു. ഇതൊന്നും ആർക്കും അറിയില്ല. എല്ലാവരും വിചാരിക്കുന്ന ഒരു പെയിൻറ്റിങ് പ്രിൻ്റ് എടുത്ത് അത് ട്രേസ് ചെയ്ത് അങ്ങനെയൊന്നും അല്ല. അതും വരയ്ക്കാം. ഇപ്പോൾ എല്ലാവർക്കും വരയ്ക്കണമെന്ന് തോന്നുകയാണെങ്കിൽ അവർക്ക് അതും വരയ്ക്കാം, അങ്ങനെയും വരയ്ക്കാം. പക്ഷേ ഇതെല്ലാം വരയ്ക്കുന്നതിന് മുമ്പ് ആരംഭം നിങ്ങൾ ഇങ്ങനെ വരച്ച് പഠിച്ചാലേ നിങ്ങൾക്ക് ട്രേസ് ചെയ്താലും അത് അടുത്ത കളർ ചെയ്യുമ്പോഴും അവസാനം ഒരു പണിയുണ്ടല്ലോ ബ്ലാക്ക് ഇടൽ. ഈ ബ്ലാക്ക് ഇടൽ നല്ലതാവണമെങ്കിൽ നിങ്ങൾ നമ്മൾ ആ ഡ്രോയിങ് ഒരുപാട് ചെയ്താലേ ബ്ലാക്ക് ഇടൽ, എന്നാൽ പോലും ബ്ലാക്ക് ഇടൽ ശരിയാവില്ല. കാരണം അത്ര ശ്രദ്ധ വേണ്ടെന്ന്. എന്തായാലും അത് ഏറ്റവും സിമ്പിളായിട്ട് വളരെ സിമ്പിളായിട്ട് ചെയ്ത് കാണിക്കാം. എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മളിതൊക്കെ ഇങ്ങനെ പറയുന്നില്ലല്ലോ, ഈസിയാണ്, എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം ഒരു റൗണ്ട് എടുക്കാൻ എന്തെങ്കിലും ഒരു ക്യാപ്പോ എന്തെങ്കിലും ഒരു സാധനം എടുത്ത് ഒരു റൗണ്ട് ഇടുക. അത് കഴിഞ്ഞ് അതിനേക്കാൾ ഇത്തിരിയുടെ വലിപ്പത്തിന് വേണ്ടിയിട്ട് നമ്മൾ ആ സൈഡിലൊരു ഡോട്ടുകൾ കൊടുത്താൽ മതി. അപ്പോൾ ഒരേ വലിപ്പത്തിന് അടുത്ത ഒരു റൗണ്ട് കിട്ടും. അല്ലെങ്കിൽ ഏതെങ്കിലും ക്യാപ്പ് കണം വെച്ചാൽ മതി. അത് കഴിഞ്ഞൊരു ഡബിൾ ലൈനാണ് വേണ്ടുന്നത്. നമ്മൾ ഇരട്ട ലൈൻ എന്ന് പറയില്ലേ, അതുപോലെ തന്നെ ഇരിക്കണം ഇരട്ട ലൈൻ. അത് കഴിഞ്ഞൊരു അതിന് ചുറ്റും ഒരു വലിയ ലൈൻ. ഇതാണ് ഒരു മണിമാല ഡിസൈനിന് വേണ്ടുന്നത്. അതിൻ്റെ ഒരു കുണ്ടലം ഡിസൈനാണ് ഇത്. അതിന് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ റാ പോലെ വരയ്ക്കണം. അത് കഴിഞ്ഞൊരു മഞ്ഞ കളർ എടുക്കുക, നമുക്ക് അത് പെയിൻറ്റ് ചെയ്യാം. നല്ല റൗണ്ടിൽ തന്നെ വരണം കേട്ടോ, അതൊന്ന് ശ്രദ്ധിക്കണം. പിന്നെ നമ്മൾ ഫേബ്രിക്കോ ഏതെങ്കിലും ഒരു കളർ ഫേബ്രിക് പെയിൻ്റാണ് വേണ്ടുന്നത്. അത് ഫെവിക്കൽ കമ്പനി, ക്യാമൽ, ഇങ്ങനെ കുറേ കമ്പനികളുണ്ട്. അപ്പോൾ ഈ കമ്പനികളുടെ ഏതെങ്കിലും വാങ്ങുക. ഒരു ബോക്സായിട്ട് കിട്ടും. മാർക്കറ്റിൽ നമുക്ക് ഇങ്ങനെയാണ് വാങ്ങാൻ കിട്ടുന്നത്. ഇല്ലെങ്കിൽ ചെറിയ ചെറിയ ബോട്ടിലുകളായിട്ട് കിട്ടും കേട്ടോ. അതാണ് നിങ്ങൾക്ക് പ്രയോജനമുള്ളത്. പിന്നെ സ്പാർക്ലിംഗ് എന്ന് പറഞ്ഞൊരു ഇതുണ്ട്, ഒരു മെറ്റാലിക് പെയിൻ്റാണ്. അതിന് ഇത്തിരി വില കൂടുതലാണ്. അത് ചെറിയ ബോട്ടിലായിരിക്കും. അപ്പം അത് വലിയ ബോട്ടിൽ ഇറങ്ങിയിട്ടില്ല. അപ്പം ആ പെയിൻറ്റും ഉണ്ടാവും. അപ്പോൾ അത് നമുക്ക് യൂസ് ചെയ്യാം പല പെയിൻറ്റിങ്, ഫാബ്രിക് പെയിൻറ്റ്. ഇത് വലിയൊരു ബോട്ടിലാണ്. ഈ ബോട്ടിൽ ഓറഞ്ചും ചുവപ്പ്, പച്ച ഈ കളറൊക്കെ വാങ്ങി വെക്കുന്നത് നല്ലതാണ്, ഒത്തിരി ഉണ്ടെങ്കിൽ. അല്ലെങ്കിൽ ഇത് വാങ്ങിയാൽ മതി. ഇത് ചെറിയൊരു ബോട്ടിലാണ്, 100 ml ആയിരിക്കും. അപ്പം ഈ ബോട്ടിൽ വാങ്ങിക്കാം. ഒരു 100 രൂപ എങ്ങാണോ ആയിരിക്കാം വില, ഏകദേശം റേറ്റ് അതായിരിക്കും. അപ്പം ഇത് വേണമെങ്കിലും വാങ്ങിച്ചു വെക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം അത്യാവശ്യത്തിന് ചെറിയൊരു ബോട്ടിൽ മതി. കാരണം ഒരു ബോട്ടിലൊക്കെ കുറച്ച് വെക്കണം. ഈ പെയിൻറ്റ് നമുക്ക് ആവശ്യമില്ല. ഇത് ആർട്ടിസ്റ്റുകളുടെ കളറാണ് അവർ യൂസ് ചെയ്യണമെന്ന് ഞാൻ ആദ്യം പറഞ്ഞു. അപ്പം അത് യൂസ് ചെയ്യില്ല. അത് ഈ ക്യാൻവാസ് ബോർഡുകൾക്കാണ് ആവശ്യം. ക്യാൻവാസ് പോലുള്ള പെയിൻറ്റ് ക്യാൻവാസിൽ ചെയ്യാനാണ് അത് ഉപയോഗിക്കുന്നത്. അത് വെച്ച് നമ്മൾ വാഷ് ചെയ്യുന്നതൊന്നും നല്ലതല്ല. അതുകൊണ്ട് അത് ഉപയോഗിക്കരുതെന്ന് പറയണേ. ഇങ്ങനെയുള്ള ഇത്തരം പെയിൻറ്റിങ് ചെയ്യാനാണ് ആർട്ടിസ്റ്റ് ട്യൂബ് ഉപയോഗിക്കുന്നത്. ആക്രിലിക് എന്ന് പറയുന്ന ഉടനെ കടകളിൽ എല്ലാവരും ഈ ട്യൂബാണ് നൽകുന്നതെന്ന് പറയും. അപ്പോൾ അത് ഫേബ്രിക് എന്ന് പറയണം. അപ്പോൾ അത് അവർ കറക്റ്റായിട്ട് എടുത്തു തരും. ഇനി നമുക്ക് പെയിൻറ്റ് ചെയ്യാൻ നോക്കാം. അത് നല്ല നിവർത്തി ഒരു ഷീറ്റിൻ്റെ പുറത്താണ് ഇടേണ്ടത്. എന്നിട്ട് നമുക്ക് ബ്രഷ് ഇനി തിരഞ്ഞെടുക്കാം. ബ്രഷ് എപ്പോഴും ഫ്ലാറ്റ് ബ്രഷ് ആയിരിക്കണം. ഇങ്ങനെ ബ്രഷ് ഫ്ലാറ്റ് ആയിരിക്കണം. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ കാർബൺ ഷീറ്റ് ഇട്ട് അത് വരച്ച് ചെയ്യാം. അങ്ങനെ വേണ്ടുന്നവർക്ക് അങ്ങനെ ചെയ്യാം. ഏത് പെയിൻറ്റും നമുക്ക് ഒരു പ്ലെയിൻ ഇതിലോട്ട് വരയ്ക്കാം. ഇനി നമുക്ക് ഒന്ന് പെയിൻറ്റ് ചെയ്യാനുള്ള മാർക്ക് നോക്കാം. ഞാനതൊരു ചെറിയ ബോട്ടിലോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് പെയിൻറ്റ്. അപ്പം ആ പെയിൻറ്റ് ഓറഞ്ചും ഇത് രണ്ടും അടുപ്പിച്ചടുപ്പിച്ച് വെച്ചേക്കണം. കാരണം ഇതെപ്പോഴും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ആവശ്യമുണ്ട്. ഒന്ന് ഡ്രൈ ആവുന്ന ഉടനെ ആയിരിക്കും അടുത്തെടുത്ത് ഇടുന്നത്. അപ്പം ഈ മഞ്ഞയാണ് നമ്മൾ ആദ്യം നടുക്ക് നിന്ന് തുടങ്ങാം. നടുക്ക് ആദ്യം ഒരു പെയിൻറ്റ് ഒന്ന് കൊടുക്കുക. അത് വെറുതെ എല്ലായിടും ഒന്ന് ആക്കുക. അത് കഴിഞ്ഞ ഉടനെ അടുത്ത ഓറഞ്ച് എടുക്കുക. അതിൻ്റെ സൈഡിലൂടെ നമ്മൾ ആദ്യം ഒരു റൗണ്ട് കൊടുത്തില്ലേ, ആ കൊടുത്തതിൻ്റെ സൈഡിലൂടെ ഒരു റൗണ്ട്. അപ്പോൾ അതിനു മുമ്പ് ഈ തുണി എപ്പോഴും സൂക്ഷിച്ചേക്കണം. കാരണം ഈ ബ്രഷ് നന്നായിട്ട് ഇങ്ങനെ തുടയ്ക്കാവും. നിങ്ങൾ എപ്പോഴും വെള്ളത്തിൽ മുക്കി ബ്രഷ് ഉപയോഗിക്കേണ്ട. വെള്ളത്തിൽ മുക്കി എപ്പോഴും ഉപയോഗിച്ചാൽ അതൊരു നന്നായിട്ട് പോവും, ഫ്ലോ കിട്ടും. പക്ഷേ നിങ്ങൾ വിചാരിക്കുന്നിടത്ത് നിൽക്കത്തില്ല. അപ്പോൾ അത് വെച്ചൊന്ന് മെർജ് ചെയ്യുകയാണ്. അധികം വെള്ളം തൊടാത്ത ഒരു ബ്രഷായിരിക്കണം. ഒന്ന് വെള്ളം തൊട്ട് നന്നായി തുടയ്ക്കണം. തുടച്ച് കഴിഞ്ഞ് ഇങ്ങനെ മെർജൊക്കെ ചെയ്താൽ മതി. ഒന്ന് നന്നായിട്ടൊന്ന് ലയിപ്പിച്ചെടുക്കണം. അപ്പോഴേ അതിൻ്റെ ആ ഭംഗി വരും. എപ്പോഴും ചിത്രങ്ങളെപ്പോഴും അങ്ങനെയാണ് കേട്ടോ. ഒരു പെയിൻറ്റ് വെച്ചൊന്ന് നമ്മൾ ലയിപ്പിച്ചെടുക്കുമ്പോൾ ഒരു ഭംഗി ഉണ്ടാവും. അടുത്ത ഒരു സൈഡിലും ആ യെല്ലോ തന്നെ. എപ്പോഴും അടിയിൽ യെല്ലോ ആയിരിക്കണം കളറ്.
അതിൻ്റെ മുകളിലാണ് നമ്മൾ ഈ പെയിൻറ്റിങ് എല്ലാം മിക്കവാറും ചെയ്യുന്നത്. അപ്പം ഇതൊക്കെ ശ്രദ്ധിച്ചോണം. ഇതെല്ലാം ഞാൻ മ്യൂറലിൽ അടുത്ത ക്ലാസ്സിൽ ഞാൻ മ്യൂറലിൽ മണിമാല ഈ ഡിസൈൻ കളർ ചെയ്യുന്നത് ഞാൻ കാണിക്കുന്നുണ്ട്. ഇതിൻ്റെ സൈഡിലൂടെ ആ ഓറഞ്ച് തന്നെ ഇട്ടിട്ട് നമുക്ക് വീണ്ടും ഒന്ന് ഈ ഫെവിക്രിൽ പെയിൻറ്റും ഫാബ്രിക് പെയിൻറ്റും നമ്മൾ ക്യാൻവാസ് ചെയ്യുന്ന പെയിൻറ്റിങ് രീതിയും വ്യത്യാസമുണ്ട്. ഇത് തന്നെയാണെന്ന് വിചാരിച്ച് ഇതേ മെത്തേഡ് എടുത്ത് മ്യൂറൽ പെയിൻറ്റിങ്ങിൽ ചെയ്യരുത്, വളരെ വ്യത്യാസമാണ്. അപ്പം ഇതിപ്പോൾ ഇത് കണ്ടല്ലോ എന്ന് വിചാരിച്ച് മറ്റേത് ചെയ്യരുത്. അതിനുള്ള ക്ലാസ് ഞാൻ അടുത്തത് തരും, കാരണം അതിന് വളരെ വ്യത്യാസമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞിരുന്നത്, സാരി എപ്പോഴും നമ്മൾ മ്യൂറൽ വരയ്ക്കുന്ന പോലെയല്ല സാരി വരയ്ക്കേണ്ടത്, അതിന് വ്യത്യാസമുണ്ട്. ഇത് ഇങ്ങനെ മെർജ് ചെയ്യണം. മഞ്ഞയും ഓറഞ്ചും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ലയിപ്പിക്കുക. പക്ഷേ എന്നാൽ നടുക്ക് ആ മഞ്ഞ കാണണം, അതാണ് അതിൻ്റെ പ്രത്യേകത. മ്യൂറലിൻ്റെ പ്രത്യേകത തന്നെ ആ ഒരു ഹൈലൈറ്റ് മഞ്ഞ ഇങ്ങനെ കാണും കേട്ടോ. അതാണ് കാണേണ്ടത്. പിന്നീട് ഇനി ഒന്നുകൂടെ അടുത്തൊന്ന് കാണാം. ഇങ്ങനെയാണ് ചെയ്ത് വെച്ചേക്കുന്നത്. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പിലോട്ടൊന്ന് കിടക്കാം. എന്തെങ്കിലുമൊക്കെ മിനുക്കുപണി ചെയ്യണമെങ്കിൽ ഇപ്പം ചെയ്തു വേണം, കാരണം പിന്നീട് നമുക്ക് ചെയ്യാൻ ബുദ്ധിമുട്ട് ഒന്നുമില്ല. എന്നാലും ഇത് ചെയ്ത് പോകുന്നതാണ് നല്ലത്. പിന്നീട് അടുത്ത ലെയർ വെക്കുമ്പോൾ അതൊരു സുഖം ഉണ്ടാവില്ല. ഇത് റൗണ്ടും റാ എന്നുള്ള അതൊരു ചുനുപ്പ് സഹിതം കൊടുത്തിട്ടുണ്ട്. ഞാൻ ബ്രഷ് കൊണ്ട് ഇങ്ങനെ ആക്കിയത് നമുക്ക് അല്ലാതെ നാളെ അടുത്ത ക്ലാസ്സിൽ ഞാൻ മ്യൂറൽ കാണിക്കുമ്പോൾ ഞാനതിൻ്റെ രീതിക്ക് കാണിച്ചു തരാം. അതാദ്യം ഒരു ബേൺസിനെ കൊണ്ട് വരയ്ക്കുന്നതും ഒക്കെ കാണിച്ചു തരാം. അതൊക്കെ വേറൊരു ക്ലാസ്സാണ്. അത് സാരി വരയ്ക്കുന്നവർക്ക് തന്നെ നിങ്ങൾ അതും ട്രൈ ചെയ്യാവുന്നേ ഉള്ളൂ, കാരണം ഇതെല്ലാം ഈസിയാണല്ലോ, എല്ലാം ഒരുപോലെയൊക്കെ തന്നെയാണ്. പക്ഷേ മറ്റേതിന് ഇത്തിരിയുടെ എഫർട്ട് വേണം, കാരണം അത് നമ്മൾ നല്ല വിലയ്ക്കൊക്കെ കൊടുക്കുന്നതായതുകൊണ്ട് അതിനെ ഇത്തിരി നന്നായി നമ്മൾ ശ്രദ്ധിച്ച് വർക്ക് ചെയ്യണം. ഇത് നമ്മൾ മണിമാല കംപ്ലീറ്റ് ചെയ്തു. അതിൻ്റെ നടുക്ക് മൊത്തം ആ യെല്ലോ ഒന്ന് കൊടുത്തു, തീർന്നു. ഇനി അതിൻ്റെ വൈറ്റ് പോർഷനാണ് കൊടുക്കാനുള്ളത്. ആ ഇരട്ട ലൈൻ എന്ന് പറയുന്നത് അവിടെ ആ വൈറ്റിൽ നമ്മൾ അഡീഷണൽ വൈറ്റ് കൊടുക്കണം. എന്നാൽ ഇത് മ്യൂറൽ പെയിൻറ്റിങ്ങിന് ഇങ്ങനെ അഡീഷണൽ വൈറ്റ് നിങ്ങൾ കൊടുക്കേണ്ടി വരില്ല, കാരണം മ്യൂറൽ പെയിൻറ്റിങ്ങിന് നമ്മൾ വെള്ള ഉപയോഗിക്കുകയേ ചെയ്യരുതെന്നാണ്. ആ പ്രതലത്തിൻ്റെ വെള്ളയായിരിക്കണം വെള്ള. അല്ലാതെ അതേപോലെ ഇത് ബോട്ടിലെടുത്താൽ ബോട്ടിലൊന്ന് ചുറ്റും ഒന്ന് വൃത്തിയാക്കണം. ഞാനത് പറയാൻ വിട്ടുപോയി. എന്നിട്ട് വേണം വെള്ളത്തിലൊന്ന് ജസ്റ്റ് വെള്ളം ഒന്ന് ആക്കി, കാരണം ചിലത് ഇരുന്നങ്ങ് കട്ടിയായി പോകും. എഡ്ജൊക്കെ ഇങ്ങനെ കട്ടിയായിരുന്നാൽ അതൊന്ന് വൃത്തിയാക്കിയിട്ട് ഉപയോഗിക്കുമ്പം നല്ല ഭംഗിയായിട്ട് നമുക്ക് ബ്രഷ് ചീത്തയാവാതിരിക്കും. അതുപോലെ സാരിയിലോട്ട് പെയിൻറ്റ് ചെയ്യുമ്പം ആ കട്ടിയുള്ള പെയിൻറ്റൊന്നും വരില്ല. അതൊന്ന് ഇളക്കി ലയിപ്പിച്ചൊന്നെടുത്തേക്കണം. അതേപോലെ ഇത് വർക്ക് ചെയ്യുമ്പം കഴിവതും മാക്സിമം കയ്യുറ ഇടാൻ നോക്കുക, കാരണം നമ്മൾ എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്തിട്ട് ചെയ്യുമ്പം വേറെ ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ എടുക്കുമ്പോൾ നമ്മുടെ നഖത്തിൻ്റെ സൈഡിലെല്ലാം ഈ പെയിൻ്റ് ഇരിക്കും. അതുകൊണ്ട് മാക്സിമം കയ്യുറ ഇടുന്നത് നല്ലത്, അങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്നത് നല്ലതാണ്. ഇനി നമുക്ക് കറുപ്പെഴുതുക. വളരെ പ്രയാസമാണ്, സൂക്ഷിച്ച് വരച്ചെഴുതണം. കറുപ്പെഴുതുമ്പം ഇത്തിരി ഒന്ന് സൂക്ഷിച്ച് പിടിച്ചെഴുതണം, കാരണം നമുക്ക് അത്ര പെട്ടെന്ന് അങ്ങോട്ട് വഴങ്ങില്ല. കാരണം ഇത് 3 ബ്രഷ് എടുത്താണ് ഞാൻ ചെയ്യുന്നത്. ഇല്ലെങ്കിൽ നമുക്ക് ഫൈൻ ആർട്ടിൻ്റെയും ക്യാമലിൻ്റെയും ഒക്കെ 1 പോയിൻ്റ് മതി, അല്ലെങ്കിൽ 2 പോയിൻ്റ്. ആ ഒരു ബ്രഷിൻ്റെ ആവശ്യമുള്ളൂ. 2 പോയിൻ്റ് ഒക്കെ ഓക്കെയാണ്. സാരിക്കാണേ, മറ്റേ മ്യൂറലിന് ഇത് പോരാ. അപ്പം സാരിക്ക് ഈ ബ്രഷ് മതി. അപ്പോൾ അത് വളരെ വ്യക്തമായി നോക്കി വരയ്ക്കുക. എല്ലായിടവും നമ്മൾ ആ കറുപ്പ് ലൈൻ ഇടണം. മ്യൂറൽ പെയിൻറ്റിങ്ങിൻ്റെ ഭംഗി വരുന്നത് ഈ കറുപ്പ് ലൈൻ ഇടുമ്പോഴാണ്. അല്ലെങ്കിൽ ചിലവർ ചെയ്യുന്നത് ഇത്തിരി ഡാർക്ക് ബ്രൗണിഷ് കളറോ എന്തെങ്കിലുമൊക്കെ അവർ സാരിയിലൊക്കെ ഉപയോഗിക്കണ കാണാം. ബ്ലാക്കിൻ്റെ അതിപ്രസരം അധികം, ശരിക്കും ബ്ലാക്ക് ഭയങ്കരമായിട്ട് എടുത്ത് കാണിക്കുന്ന കളറാണ്. അപ്പോൾ അത് ഒരു കാരണവശാലും ആരെങ്കിലും പെയിൻറ്റിങ് ചെയ്യുമ്പോൾ തലമുടിയിലൊന്ന് നേരെ കയറി ബ്ലാക്ക് ഇടരുത്. അതിനടിയിൽ എന്തെങ്കിലും ഒരു ബേൺസിനെ പോലെ എന്തെങ്കിലും ഒരു കളർ ഇട്ടിട്ടേ, ബ്രൗണിഷ് കളർ എന്തെങ്കിലും ഇട്ടിട്ടേ നമ്മളത് വരയ്ക്കുക. അല്ലെങ്കിൽ ഈ ഒരു വൃത്തിയുടെ ഭയങ്കര എടുപ്പായിരിക്കും. ഈ ഭയങ്കര എടുപ്പ് അത്ര ചുമരെഴുത്തിനും ഒക്കെ ആണെങ്കിലും ഈ ബ്ലാക്ക് മാത്രം എഴുതിയാൽ ഭയങ്കരമായിട്ട് അങ്ങോട്ട് എടുത്ത് കാണിക്കുന്ന ഒരു രീതിയാണ്. അപ്പോൾ അതുകൊണ്ട് മാക്സിമം നമ്മൾ മ്യൂറൽ വരുമ്പം അതിന് അടിയിൽ എന്തെങ്കിലും ഒരു ബ്രൗൺ കളർ ഇല്ലാതെ അത് ചെയ്യുന്നത് അരോചകമാണ്. അപ്പം അത് ശ്രദ്ധിക്കണം. ഇനി നമുക്ക് ആ മണിമാലയുടെ ചുറ്റും ഈ മണിമാല ഡിസൈൻ എപ്പോഴും വീട്ടിൽ വെറുതെ ഇങ്ങനെ വരച്ച് നോക്കണം. ചുമ്മാ ഇരിക്കുന്ന പേപ്പറിലൊക്കെ വെറുതെ ഒന്ന് വരച്ചാൽ മതി. അങ്ങനെ നിങ്ങൾ കുറേ വരച്ചാൽ നിങ്ങൾക്ക് നന്നായിട്ട് മ്യൂറൽ വഴങ്ങും.
നമ്മുടെ ഈ റ എന്ന അക്ഷരമാണെങ്കിലും ഇത് ശരിക്കും ഇന്ന എന്ന അക്ഷരമാണ്. ഈ 3 ഇന്ന ചേരുന്ന ന ചേരുന്ന അക്ഷരമാണ്, കൂട്ടക്ഷരം. അപ്പം അങ്ങനെ ചെയ്ത് പോകുന്നതാണ് അതിൻ്റെ ട്രഡീഷൻ. അങ്ങനെയാണെന്നാണ് പറയുന്നത്. ഇന്നയാണ്, റായല്ല. പിന്നെ നമ്മൾ പറയുമ്പം റാ പോലെ നമ്മൾ വരയ്ക്കുമല്ലോ, അതിനായി ഇങ്ങനെ പറയുന്നത്. ശരി, ഇങ്ങനെ സാരിയിൽ നമുക്ക് വരച്ച് നമുക്ക് ബോർഡറിൽ കൊടുക്കാം ഈ ഡിസൈൻ. അല്ലെങ്കിൽ മുന്താണിയിൽ വലിയൊരു കുണ്ടലം ഡിസൈൻ ചെയ്യാം. അങ്ങനെ കുറേ ഡിസൈൻസ് ഉണ്ട്. ഇത് മാത്രം വരുന്നത് അത് അതിൻ്റെ അറ്റത്തെല്ലാം ഒന്ന് ഒരു ചുനുക്ക് പോലെ അവിടെയുണ്ട്. അപ്പോൾ അതൊന്ന് അങ്ങനെ ആക്കിയാൽ ഒരു ഭംഗി കൂടുതലാണ്. വെറുതെ അങ്ങനെ ഇരിക്കുന്നതിനേക്കായി ഒരു വട്ട ഇങ്ങനെ കൊടുക്കുന്നത് നല്ലതായിരിക്കും. അത്രയേ ഉള്ളൂ ആ ഒരു. ഇനി നമുക്ക് അടുത്ത ക്ലാസ് തുടങ്ങുമ്പം പൂജയെടുപ്പിന് നമുക്കൊരു മ്യൂറൽ പെയിൻറ്റിങ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ആദ്യമായിട്ട് നമ്മൾ പഠിച്ചു തുടങ്ങുന്നത് അന്നായിരിക്കും. മ്യൂറൽ ഞാനിതേ ഒരു ക്ലാസ് എടുത്ത് തുടങ്ങി. അപ്പം ആ ദിവസം അതിനുവേണ്ടി നീക്കി വെക്കുകയാണ്. മാക്സിമം ഞാൻ ചെയ്യാൻ ശ്രമിക്കും. അപ്ലോഡ് ചെയ്യാനൊക്കെ ഭയങ്കര താമസമുണ്ട്. ഇപ്പം ഞാൻ 2 ദിവസം മുന്നേ എഡിറ്റ് ചെയ്ത് വെച്ചാലും എനിക്ക് അപ്ലോഡ് ചെയ്യാൻ ഭയങ്കര താമസമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്കിങ്ങനെ വലിയ ഗ്യാപ്പൊക്കെ വരുന്നത്. എല്ലാവരും ക്ഷമിക്കുക. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം.